എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമുക്ക് നമ്മുടെ വണ്ടിയുടെ എഞ്ചിൻ ഓയിൽ നമുക്ക് എങ്ങനെ ചേഞ്ച് ചെയ്യാമെന്ന് നോക്കാം. ഇത് ഹോണ്ടയുടെ 110cc എഞ്ചിനാണിത്. നമ്മൾക്ക് ഇത് എഞ്ചിൻ ഓയിൽ ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഇവിടെ ഫ്രണ്ടിൽ ഗാർഡുണ്ട്, എഞ്ചിൻ ഗാർഡ്. ഇത് റിമൂവ് ചെയ്യണം. ചില ആൾക്കാർ ഇത് ബെൻഡ് ചെയ്യാറുണ്ട്. ഇതിൻ്റെ ഈ അടിഭാഗത്ത് ഇവിടെയായിട്ടാണ് ഡ്രെയിൻ നട്ടുള്ളത്. അപ്പോഴിത് ബെൻഡ് ചെയ്യരുത്. ബെൻഡ് ചെയ്ത് 3-4 പ്രാവശ്യം ബെൻഡ് ചെയ്ത് കഴിയുമ്പം ഇതങ്ങ് ഒടിഞ്ഞു പോകും. ഇത് അഴിക്കാനായിട്ട് ഇവിടെ നട്ടും ബോൾട്ടുണ്ട്, അത് അഴിച്ചെടുക്കാം. അതിനുശേഷം ഡ്രെയിൻ നട്ട് നമുക്ക് റിമൂവ് ചെയ്തെടുക്കാം. വണ്ടി ഓടി വന്നതിന് ശേഷം വേണം, മിനിമം ഒരു 10 കിലോമീറ്ററെങ്കിലും വണ്ടി ഓടിയിരിക്കണം. അതിന് ശേഷമായിരിക്കണം എൻജിൻ ഓയിൽ ചേഞ്ച് ചെയ്യേണ്ടത്. അതായത് 10 കിലോമീറ്റർ ഓടി വന്നതിന് ശേഷം, എൻജിൻ കൂൾ ഡൗൺ ആയതിനു ശേഷം, അതായത് കൈകൊണ്ട് തൊടാൻ പറ്റുന്ന രീതിയിലുള്ള ടെമ്പറേച്ചറിലോട്ട് വണ്ടിയുടെ എൻജിൻ വന്നതിന് ശേഷം മാത്രമേ ഡ്രെയിൻ നട്ട് അഴിക്കാൻ പാടുള്ളൂ, ഏത് ഭാഗമാണെങ്കിലും. അല്ലെങ്കിൽ ഇതൊക്കെ ഇങ്ങ് അഴിച്ചെടുക്കുകയാണെങ്കിൽ ഇത് ഒടിഞ്ഞങ്ങ് വരും, ബാക്കി അകത്തിരിക്കും. ഇതുകൊണ്ടോ പെയിൻറ്റ് പോയത് ഞാൻ പവർ വാഷ് അടിച്ചതാണ്, പെയിൻറ്റ് പൊളിഞ്ഞു പോയി. എന്തായാലും ഞാനിതൊന്ന് വാമപ്പ് ചെയ്യട്ടെ. മിനിമം ഒരു 10 കിലോമീറ്റർ ഓടിക്കണം കേട്ടോ, അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ട് ചെയ്തൊരു 5-10 മിനിറ്റ് അവിടെ വെച്ചാൽ മതി. എൻജിൻ നല്ല ഹീറ്റായിട്ട് പിന്നെ കൂൾ ഡൗൺ ആയിട്ടുണ്ട്. ഇപ്പോൾ കൈകൊണ്ട് തൊടാവുന്ന രീതിയിലോട്ട് കൂൾ ഡൗൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഡ്രെയിൻ നട്ട് അഴിക്കാം. 12 സൈസ്. മിക്കവാറും എല്ലാ വണ്ടികളുടെയും 12 ആയിരിക്കും. ഒരു 125cc വരെയുള്ള വണ്ടികളുടെയൊക്കെ 12 ആയിരിക്കും. ഇനി ഇത് അഴിക്കേണ്ടത്, ഇതിൻ്റെ ഡ്രെയിൻ നട്ടയിൽ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിക്കുക. ഇത് ഗിയർ ലിവറുള്ള സൈഡാണേ. ഗിയർ ലിവറുള്ള സൈഡിലാണെങ്കിൽ ഇത് നല്ല രീതിയിൽ ഹോൾഡ് ചെയ്ത് ഇങ്ങനെ പിടിച്ചതിന് ശേഷം പിടിക്കണം കേട്ടോ. ഈ തരത്തിലുള്ളൊരു മരമുട്ടിയോ മരത്തിൻ്റെ കഷ്ണമായിരിക്കും നല്ലത്. ഇത് നല്ല രീതിയിൽ പിടിച്ച് ഒരു കൈ കൊണ്ട് പിടിച്ചതിന് ശേഷം മരമുട്ടിയും കൊണ്ട് തട്ടി ഊരുക. ഇതിങ്ങനെ പിടിച്ചാലൊന്നും ഊരത്തൊന്നുമില്ല, ചിലപ്പോൾ അവിടെ മാർക്കിങ് വീഴും. നല്ല ബലത്തിൽ ഇവിടെ പിടിച്ചിങ്ങനെ അമർത്തി പിടിച്ചതിന് ശേഷം ഇത് വെച്ച് മെല്ലെ ഒരു തട്ട് കൊടുക്കുക. ആ ഒരു തട്ടിൽ അതിൻ്റെ ത്രെഡ് അഴിയും. ഇങ്ങനെ തന്നെ ആയിരിക്കണം ടൈറ്റ് ചെയ്യേണ്ടതും. ഞാൻ ഡ്രെയിൻ നട്ട് തട്ടി ലൂസാക്കിയിട്ടുണ്ട്. 2 ത്രെഡ് നമ്മൾ ലൂസ് ചെയ്താൽ മതി. അതിനുശേഷം നമുക്ക് കൈ കൊണ്ട് നമുക്ക് റിമൂവ് ചെയ്തെടുക്കാവുള്ളൂ. അതതിനകത്ത് പോയി, അത് കുഴപ്പമില്ല. റീഫിൽ ചെയ്യാനുള്ള ക്യാപ്പ് ലൂസ് ചെയ്ത് വിട്ടിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഒരു 2 മണിക്കൂർ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പണി, ഞായറാഴ്ചയൊക്കെ സെലക്ട് ചെയ്യുക, വേറെ പണികളൊന്നും ഇല്ലാത്ത ദിവസം. എത്ര സമയം വയ്ക്കാവോ, മിനിമം ഒരു 2 മണിക്കൂർ വയ്ക്കുന്നത് നന്നായിരിക്കും. പഴയ ഓയിൽ മൊത്തമായിട്ട് ഡ്രെയിൻ ആയിട്ടുണ്ട്. ഡ്രെയിൻ നട്ട് ടൈറ്റ് ചെയ്യുമ്പോഴും നമ്മൾ മാക്സിമം കൈകൊണ്ട് വലിച്ച് ടൈറ്റ് ചെയ്തതിന് ശേഷം, ഇത് കണ്ടോ, ഈ മരമുട്ടി എടുത്തിട്ട് ഒന്ന് തട്ടിയിട്ട് ഒന്നുകൂടെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഓയിൽ ഞാൻ ഓപ്പൺ ചെയ്യും. ഇത് നല്ല കളറുണ്ട്, നല്ല ചുമന്ന ഓയിൽ. പിന്നെ എൻജിൻ ഓയിൽ മാറ്റുമ്പോൾ നിർബന്ധമായിട്ടും എയർ ഫിൽട്ടർ മാറ്റണം. അതേപോലെ തന്നെ ഓയിൽ ഫിൽട്ടർ ഉള്ള വണ്ടിയാണെങ്കിൽ ഓയിൽ ഫിൽട്ടർ മാറ്റുകയും വേണം നിർബന്ധമായിട്ടും. ഇതിന് ഈ ഭാഗത്ത് ഇത് ക്ലച്ച് പ്ലേറ്റ് അഴിക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്താണ് മെഷ് പോലെയുള്ള ഓയിൽ ഫിൽട്ടർ ഉള്ളത്. അതെപ്പോഴൊന്നും മാറ്റണ്ട, 1 ലക്ഷമൊക്കെ ഓടിയതിന് ശേഷം മാറ്റിയാൽ മതി. ഇനി നമുക്ക് പുതിയ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതുണ്ടോ, നല്ല ചുമന്നിരിക്കുന്നു. ഓയിൽ വാങ്ങിച്ചത് 900 ml ആയിരുന്നു. നമ്മളൊരു ഏകദേശം ഒരു 800 ഒഴിച്ചിട്ടുണ്ട്. ബാക്കി കുറച്ചുകൂടെ ബാക്കി വെച്ചിട്ടുണ്ട്. ഡിപ്സ്റ്റിക്ക് ഒരിക്കലും ടൈറ്റ് ചെയ്തിട്ട് നോക്കരുത്. ജസ്റ്റ് ഇങ്ങനെ ഇൻസേർട്ട് ചെയ്യുക, അതിന് ശേഷം നോക്കുക. മാക്സിമം മിനിമം ലെവലുണ്ടാവും. ഇതാണ് ഈ ഇവിടം വരെയാണ് ഇതിൻ്റെ മാക്സിമം ലെവൽ. പിന്നെ ഇത് നോക്കേണ്ടത് ഇങ്ങനെയല്ല കേട്ടോ. എൻജിൻ സ്റ്റാർട്ട് ചെയ്ത് വെച്ചതിന് ശേഷം
1 മിനിറ്റ് ഒന്നെങ്കിൽ 2 മിനിറ്റ് സ്റ്റാർട്ട് ചെയ്ത് വെച്ചതിന് ശേഷം വേണം നോക്കാൻ വേണ്ടി. ഇപ്പോൾ കറക്റ്റ് ലെവലാണ്. കുറച്ചും കൂടി വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം, ഒരു 50 ml. ബാക്കി ഇതിനകത്തിരിക്കട്ടെ, നമുക്ക് പിന്നീട് ടോപ്പപ്പ് ചെയ്യാം. ഓക്കെ, ഇത്രേ പരിപാടിയുള്ളൂ. നിസ്സാര പണിയാണ്. ഈ എൻജിൻ കാർഡ് ഫിറ്റ് ചെയ്യുമ്പോഴുണ്ടല്ലോ, നിങ്ങൾ ഇതിൻ്റെ ഈ ക്ലിയറൻസ് നോക്കണം. സൈലൻസറോട് അടുത്ത് നിൽക്കുകയോ മുട്ടിയോ ഇരിക്കുകയോ ചെയ്യരുത്. അടുത്തിരിക്കുകയോ മുട്ടിയിരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ സ്പീഡ് എടുക്കുമ്പം ഇത് കറന്ന് സൗണ്ട് കേൾക്കും ഇതിനകത്തുനിന്ന്. അതിൻ്റെ വൈബ്രേഷൻ ഇതേ വന്ന് അടിക്കും. അത് ഇത്രയേ ഉള്ളൂ. പിന്നെ ഞാനിവിടെ ഒരു മെറ്റലിൻ്റെ ഷീറ്റ് വെച്ചതാണ്. ഈ ഫ്രണ്ട് വീലേന്നുള്ള ചെളിയൊക്കെ ഇവിടെ കയറും ഇതിൻ്റെ അകത്ത്. സൈലൻസർ തുരുമ്പ് എടുക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഒരു സെറ്റ് സ്പാനറൊക്കെ വാങ്ങിച്ച് വെക്കുകയാണെങ്കിൽ സ്വന്തമായിട്ട് ചെയ്യാവുന്ന പരിപാടിയേ ഉള്ളൂ. എൻജിൻ ഓയിൽ മാറ്റുക, എയർ ഫിൽറ്റർ മാറ്റുക, ഓയിൽ ഫിൽറ്റർ ഉണ്ടെങ്കിൽ അതും മാറ്റുക. സിമ്പിൾ പരിപാടി. പൈസയും ലാഭിക്കാം, കുറച്ച് പണിയും പഠിക്കാം.